ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ദേവി ഗർഭിണിയായതിനു ശേഷം ദേവമംഗലത്തുള്ള എല്ലാവരും അവളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടെയുണ്ട്, മറ്റാരുമല്ല സുകന്യ. ദേവിക്ക് അധികം കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും ഒന്നും സുകന്യക്ക് ഇഷ്ടമാവുന്നില്ല. അതുമാത്രമല്ല, ദേവമംഗലത്തെ എല്ലാവരും തമ്മിലുള്ള പരസ്പരം ആ കൂട്ടായ്മ അതെങ്ങനെയെങ്കിലും തകർക്കണമെന്ന് തന്നെയാണ് നമ്മുടെ സുകന്യയുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ തനിക്ക് അവിടെ ഒരു നിലനിൽപ്പുണ്ടാവൂ എന്നൊക്കെ കേട്ടോ സുകന്യ കരുതി കൂട്ടി വെക്കുന്നത്. അതിനുവേണ്ടി തൻ്റെ അധികാരം നേടിയെടുക്കാൻ പല പ്രവൃത്തികളും സുകന്യയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നുണ്ട്. ഗോമതിയെ വരെയും അടിച്ചു താഴ്ത്തി പല രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മിത്രയോടും മീനാക്ഷിയുടെയും മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും കൃഷ്ണമംഗലത്തുകാരും ആരുമായിട്ട് ചേർന്ന് നമ്മുടെ ദേവിയുടെ ഗർഭം വരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇത്രയും വരെ ഞാൻ കഴിഞ്ഞൊരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ കൃഷ്ണമംഗലത്തെ അച്യുതനും രാജശ്രീയും കൂടി നമ്മുടെ സുകന്യയുടെ കയ്യിൽ ഒരു പൊടി കൊടുത്തു വിടുകയാണ്. അത് വേറൊന്നുമല്ല, ആ പൊടി നമ്മുടെ ദേവി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ കുഞ്ഞ് നശിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരിതെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുകന്യ താനല്ല അവിടെ മീനാക്ഷിയും മിത്രയും കൂടി ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മുടെ ഉദയഭാനു ശ്രീകലയും കൂടി ദേവീനെ കാണാനായിട്ട് വരും. അപ്പോൾ ഒരുപാട് പലഹാരങ്ങളും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പം ദേവി മോളെ നന്നായിട്ട് തോക്കണം എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി അവർ പറയും. മീനാക്ഷി മിത്ര അവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ദേവിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണം കഴിഞ്ഞത് അവരുടെയാണ്. അപ്പോൾ മീനാക്ഷിയോടൊക്കെ ചോദിക്കും, അല്ല മീനാക്ഷിക്ക് എന്താ ജോലിയൊക്കെ ഉള്ളതല്ലേ, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുമുണ്ട്, ഇനിയും എന്താ കുട്ടികളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നേ, ദേവിയുടെ മുന്നേ കല്യാണം കഴിഞ്ഞത് മീനാക്ഷിക്കാണല്ലോ, അതുകൊണ്ടാട്ടോ ചോദിച്ചേ എന്ന് ശ്രീകല ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം മീനാക്ഷി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ ഗോമതി തന്നെ രക്ഷയ്ക്കെത്തും. ഗോമതി പറയും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ സ്ത്രീകളെ, അതുമാത്രമല്ല മീനാക്ഷിയുടെ ജോലിക്കാരുമായിട്ട് തന്നെ തിരക്കല്ലേ, ഇച്ചിരിയോടൊക്കെ കഴിഞ്ഞ് മതിയെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സ്ത്രീകളെ പറയുന്നുണ്ട്, ഇതൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, മീനാക്ഷിയും മിത്രയുടെയും കല്യാണം അല്ലായിരുന്നോ ദേവിക്ക് മുന്നേ കഴിഞ്ഞത്, അപ്പം നിങ്ങൾക്ക് വേണം ആദ്യം കുട്ടികളൊക്കെ ഉണ്ടാവേണ്ടത്, അതല്ല മീനാക്ഷിക്ക് എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് കുട്ടികൾ ഉണ്ടാകാൻ തന്നെ പ്രശ്നമായി മാറും എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയും, ആ മിത്ര പിന്നെ പഠിച്ചുകൊണ്ടിരിക്കാന്നേലും കരുതാം, മീനാക്ഷിയുടെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ നമ്മുടെ ഉദയഭാനും ശ്രീകലയും പറയും. പക്ഷേ നമ്മുടെ ഗോമതി അതിൽ നിന്നൊക്കെ നമ്മുടെ മീനാക്ഷിനെ രക്ഷിക്കും കേട്ടോ. എന്നാൽ ഈ കാര്യം മനസ്സിലിട്ടുകൊണ്ട് സുകന്യാണെങ്കിൽ മീനാക്ഷിയെയും മിത്രനെയും എങ്ങനെയെങ്കിലും ദേവിയിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. സുകന്യ ചെന്ന് അവർ പോയതിന് ശേഷം മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് മീനാക്ഷി എന്താ ഒന്നും മിണ്ടാതിരുന്നത്, നമ്മുടെ ഇഷ്ടമല്ലേ കുട്ടികൾ എപ്പം വേണമെന്നുള്ളതൊക്കെ, അല്ലാതെ അവരാണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്, മീനാക്ഷി ആയതുകൊണ്ടാണ് മിണ്ടാതെ നിന്ന്, ഞാനെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുത്തേനെ എന്നൊക്കെ നമ്മുടെ സുകന്യ പറയട്ടോ. അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയും, അല്ല സുകന്യേച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അതിന് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യം ഇല്ലല്ലോ, കുട്ടികൾ എപ്പം വേണം വേണ്ട എന്നൊക്കെ ഉള്ളതേ നമ്മുടെ തീരുമാനം, അത് മറ്റുള്ളവരെ എന്തേലും പറഞ്ഞു എന്നും കേട്ട് നമ്മൾ അവരോട് പ്രതികരിച്ചുകൊണ്ട് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മിണ്ടാതെ നിന്നത്, ഇത് എൻ്റെയും ആകാശിൻ്റെയും തീരുമാനമല്ലേ, ഞങ്ങൾക്ക് എപ്പോൾ കുട്ടികൾ വേണം അവരെങ്ങനെ വളർത്തണമെന്നുള്ളതൊക്കെ. അപ്പം സുകന്യ പറയും, അതെ അത് തന്നെ ഞാനും പറഞ്ഞു വരുന്നത്, കുട്ടികളൊക്കെ നമ്മുടെ പ്രൈവസിയാണ് എന്നും കരുതി മറ്റുള്ളവർ അതിൽ കയറി അഭിപ്രായം പറയാൻ വരുമ്പോഴും ഇന്ന് തന്നെ കണ്ടില്ലേ എത്രമാത്രം മീനാക്ഷിനെ ഇടിച്ചു താഴ്ത്തിയ ദേവിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചത്, അതൊക്കെ ശരിയായിട്ട് മീനാക്ഷിക്ക് തോന്നുന്നുണ്ടോ, മീനാക്ഷി ആയതുകൊണ്ട് അതും കേട്ടുകൊണ്ട് നിന്നത്, എന്നിട്ടും ദേവിയോട് ഇത്ര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കാനും പരിചരിക്കാനും സാധിക്കുന്നതും മീനാക്ഷി ആയതുകൊണ്ടാണ്, ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിനെ ഒന്നും സപ്പോർട്ടും ചെയ്യത്തില്ല, പിന്നെ ദേവിയുടെ വീട്ടുകാരെയും എന്നോട് അടുപ്പിക്കുകയും ചെയ്യില്ല എന്ന് പറയും. അപ്പം മീനാക്ഷി പറയും, ആ ദേവിയെടുത്തി അവരച്ഛനും അമ്മയും അങ്ങനെയാണെന്നും കരുതി ദേവിയെടുത്തി എന്ത് തെറ്റാ ചെയ്തത്, ദേവിയെടുത്തിയുടെ അച്ഛന് ആദ്യം തൊട്ടേ അങ്ങനത്തെ സ്വഭാവങ്ങളുള്ളതാണ്, അത് ഞങ്ങളാരും ഇവിടെ മൈൻഡ് ചെയ്യാറില്ല, ദേവിയെടുത്തിക്ക് ഞങ്ങളോട് സ്നേഹം, ഞങ്ങൾ അതുമാത്രം നോക്കിയാൽ മതിയല്ലോ എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങ് കയറിപ്പോവാണേ. അപ്പോൾ സുകന്യക്ക് ദേഷ്യം വരും, എന്തൊക്കെ പറഞ്ഞാലും ഇവക്ക് ദേവിയോടുള്ള സ്നേഹം കളയാൻ പറ്റുന്നില്ലല്ലോ, എന്തായാലും ഇത് അങ്ങനെ വിട്ടാൽ പോരാ, നിങ്ങളെ മൂന്നിനെയും 3 ഇടത്താക്കിയിട്ടേ ഇനി ഈ സുകന്യക്ക് വിശ്രമമുള്ളൂ എന്നും പറഞ്ഞ് സുകന്യ നടക്കൂട്ടോ.
എന്തായാലും ദേവിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ തന്നെ സുകന്യ തീരുമാനിക്കുകയാണ്. അപ്പം അതെങ്ങനെയെങ്കിലും മീനാക്ഷിയുടെ മിത്രയുടെയും തലയിലാക്കി കഴിഞ്ഞാൽ ദേവി അവരുമായിട്ട് അകലും. അതുമാത്രമല്ല, തനിക്ക് കുറച്ചും കൂടി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും, തൻ്റെ വാക്കുകൾക്ക് വില കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ സുകന്യയുടെ ലക്ഷ്യമെങ്കിൽ രാജശ്രീയുടെയും അച്യുതൻ്റെയും ലക്ഷ്യം ആ കുഞ്ഞ് ദേവമംഗലത്തുണ്ടാവരുത്. എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷങ്ങൾ നശിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് രാജശ്രീയും അച്യുതനും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുകന്യയുടെ കയ്യിൽ ആ പൊടി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സുകന്യയാണെങ്കിലും അവിടെ ആരും കാണാതെ നമ്മുടെ മിത്ര ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിൽ കൊണ്ടുപോയി ആ പൊടി കലക്കാണ് കേട്ടോ. അപ്പോൾ ഇതാരും അറിയുന്നുമില്ല. എന്തായാലും ആ പൊടി കലക്കിയ സാമ്പാർ നമ്മുടെ ദേവി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിച്ചതിന് ശേഷം ദേവിക്ക് കലശലായ വയറുവേദനയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ദേവി കിടന്ന് കരയുന്ന കാണുമ്പം സുകന്യയ്ക്ക് സന്തോഷമാകും. അപ്പോൾ സുകന്യ പറയും, എന്തായാലും എൻ്റെ പ്ലാൻ നടന്നിട്ടുണ്ട്. നിൻ്റെ കുഞ്ഞിവിടെ ജനിച്ചാലല്ലേ നിനക്കിവിടെ അധികാരത്തോടെ ജീവിക്കാൻ പറ്റൂ. നിനക്കിനി കുഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലടി എന്നൊക്കെ മനസ്സിൽ പറയണേ കേട്ടോ. അപ്പം നമ്മുടെ ദേവി കരയുന്നത് കാണുമ്പോൾ ഗോമതി മീനാക്ഷിയും മിത്രയും കൂടി ഓടിച്ചെല്ലും. എന്തു പറ്റി ചേച്ചി എന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് വയറുവേദന എടുക്കുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ദേവി കരയും കേട്ടോ. അപ്പോൾ ഗോമതി പറയും, അയ്യോ മോളെ, ഈ സമയത്ത് വയറുവേദനയോ, എന്തു പറ്റി? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എനിക്കറിയില്ലമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം മീനാക്ഷി പറയും, ഇത് വെച്ചോണ്ടിരിക്കണ്ട അമ്മ, എന്തായാലും ഇപ്പം തന്നെ ആനന്ദേട്ടനെ വിളിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതിയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ആനന്ദിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിനോട് കാര്യങ്ങൾ പറയുമ്പം പേടിച്ചരണ്ട് ആനന്ദ് ഓടി വരിക. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, കണ്ടില്ലേ നമ്മുടെ ദേവിക്ക് തീരെ വയ്യ, ഈ സമയത്ത് വയറുവേദനയൊന്നും കൊള്ളത്തില്ല, 3 മാസം പോലും ആയിട്ടില്ലല്ലോ, നമുക്കിപ്പം തന്നെ ഇവളെ ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറയാം. അപ്പം നമ്മുടെ ആനന്ദിന് ഒരുപാട് ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദാണെങ്കിൽ ദേവിനെ വാരി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോൾ കൂടെ ഗോമതിയാണ് പോകുന്നത്. അപ്പോൾ ഗോമതിയും ചെല്ലുകയാണ്. അപ്പോൾ അവരാദ്യം കണ്ട ആ ഹോസ്പിറ്റലിലല്ല പോകുന്നത്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാട്ടോ ദേവീനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയാം. ദേവി ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്, പെട്ടെന്ന് ആഹാരം കഴിച്ചപ്പോൾ തൊട്ട് വയറിന് വേദന തുടങ്ങിയെന്നൊക്കെ പറയാം. അപ്പോൾ ഡോക്ടർ ശരിക്കും ദേവീനെ പരിശോധിക്കുകയാണ് കേട്ടോ. പരിശോധനച്ചതിന് ശേഷം ഗോമതിക്കും ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, അല്ല അതിന് ഈ കുട്ടി പ്രഗ്നൻ്റ് ഒന്നും അല്ലല്ലോ, പിന്നെ നിങ്ങളെന്താ അങ്ങനെ സംസാരിച്ചേ എന്ന് പറയാം. അപ്പോൾ ആനന്ദ് പറയും, ഇല്ല ഡോക്ടർ, ഇവള് പ്രഗ്നൻ്റ് ആണ്, ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് അത് കൺഫേം ചെയ്തതുവാ എന്ന് പറയാം. അല്ല കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കും, എന്തായാലും ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം ഡോക്ടർ നമ്മുടെ ആനന്ദിനെയും ഗോമതിനെയും അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പം ഗോമതി ആനന്ദൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോൾ ഗോമതി പറയും, അല്ല ഡോക്ടർ, 1.5 മാസത്തോളം വളർച്ച കൊണ്ട് കുഞ്ഞിനെന്നാണല്ലോ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ദേവിക്ക് ഗർഭിണികൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് താനും. അപ്പം നമ്മുടെ ഡോക്ടർ പറയും, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം, എന്നായാലും ടെസ്റ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടതാവും, അല്ലാതെ ആ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം ആ ഡോക്ടർ നമ്മുടെ ആനന്ദിനെയും ഗോമതിയെ അറിയിക്കാം. ഇത് കേൾക്കുമ്പം തൊട്ട് ആനന്ദിൻ്റെ മനസ്സിൽ ദേവി മനഃപൂർവ്വമാണോ ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തതാണോ, അന്ന് നമ്മൾ പോയി ഹോസ്പിറ്റലിൽ കണ്ട ഡോക്ടറും അവിടുത്തെ നേഴ്സും ഒക്കെ ഇവളുടെ ആളുകളാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആനന്ദിന് വരുക. അങ്ങനെയാകാൻ വഴിയില്ല, ഞാനാണല്ലോ ആ ഡോക്ടറെ അടുത്തേക്ക് ദേവിയെ കൊണ്ടുപോയത്, ദേവിക്ക് അവരെ നേരത്തെ പരിചയമൊന്നും ഇല്ലല്ലോ, പിന്നെ അവൾക്ക് എങ്ങനെ സാധിക്കും? അല്ല, ഇനി ഞാനറിയാതെ അവൾ ആ നേഴ്സിനെയും കൂട്ടുപിടിച്ച് റിപ്പോർട്ടിൽ എന്തെങ്കിലും തിരിമറി കാണിച്ചതായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ആനന്ദിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ദേവി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഗോമതിയുടെ അടുത്തേക്ക് വരുമ്പം ദേവിയോടും കൂടി ഡോക്ടർ ഈ കാര്യങ്ങൾ പറയാം. അപ്പോൾ ദേവി ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പോൾ ദേവി അവിടെ നിന്ന് പൊട്ടിക്കരയുക. ഇല്ല ഡോക്ടർ, ഞാൻ ശരിക്കും പ്രഗ്നൻ്റാ എന്നും പറഞ്ഞ് കരയാണ്. അപ്പം ഡോക്ടർ പറയും, ഇല്ല കുട്ടി പ്രഗ്നൻ്റ് അല്ല, ഇങ്ങനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല, ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റും, ഇതൊക്കെ നമ്മുടെ കയ്യിൽ മാത്രം സംഭവിക്കുന്നതല്ലല്ലോ, ഇതൊക്കെ ദൈവത്തിൻ്റെയും കൂടി കയ്യിലുള്ള കാര്യങ്ങളല്ലേ, കുട്ടി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ സമാധാനിപ്പിക്കും കേട്ടോ. എന്തായാലും ഈ കാര്യം അറിയുന്നതോടുകൂടി ഗോമതിക്ക് ദേവിയോടൊരു അകൽച്ചയൊക്കെ ഉണ്ടാവുകയാണ്. അപ്പം ഗോമതിയുടെ അടുത്തേക്ക് ദേവി ചെല്ലുക. അമ്മേ, എനിക്കറിയില്ലായിരുന്നു അമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കള്ളം ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഗോമതി ഒന്നും മിണ്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഇതെന്താ ഇങ്ങനെയെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഗോമതി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയുടെ ഈ അകൽച്ച നമ്മുടെ ദേവിക്ക് സങ്കടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാണെങ്കിലും നമ്മുടെ മീനാക്ഷി മിത്രം കൂടെ ഓടി വരിക, എന്തെങ്കിലും പറ്റുമോ അമ്മേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ നമ്മുടെ കുഞ്ഞിന് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഗോമതി പറയും, അതിന് ഏത് കുഞ്ഞുണ്ടായിട്ടാ, കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വെറും തോന്നലായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അകത്തേക്ക് കയറി പോവുകയാണേ. അപ്പം മീനാക്ഷിക്കും ഇത്രയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കും, എന്തു പറ്റി ദേവി അടുത്ത്, എന്താ സംഭവിച്ചതെന്ന് പറയുമ്പം ദേവിയും കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാം.
അപ്പോൾ ആനന്ദിൻ്റെ അടുത്തേക്ക് ചോദിക്കും, എന്താ ആനന്ദേട്ടാ ഈ അമ്മയ്ക്കും ദേവിയടുത്തേക്കൊക്കെ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പം ആനന്ദ് പറയും, അത് ദേവി ഗർഭിണി ആയിരുന്നില്ലെന്നാ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എന്ന് പറയാം. ഗർഭിണി അല്ലെന്നോ? ദേവിയടുത്തെ ആനന്ദേട്ടൻ തന്നെയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതും? അന്നാ ഡോക്ടർ പറഞ്ഞത് ദേവിയടുത്ത് പ്രഗ്നൻ്റ് ആണെന്നല്ലേ, പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ അപ്പം ഇത്രയും മീനാക്ഷിയും കൂടി ചോദിക്കും കേട്ടോ. അപ്പോൾ സുകന്യ ഇത് കേട്ടോണ്ട് അവിടേക്ക് വരിക. അപ്പോൾ സുകന്യ പറയും, ഓഹോ അപ്പം നിങ്ങളെല്ലാവരും കൂടി ഇല്ലാത്ത ഗർഭമുള്ള ദേവേനെ ആയിരുന്നല്ലേ ഇത്രയും നാളും തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ ദേവി ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല, പാവമൊന്നും അല്ല, ഈ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരുന്നല്ലേ എന്ന് പറയാം. അപ്പം മിത്ര പറയും, സുകന്യേച്ചി ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ, ദേവിയെടുത്ത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല, ഇതറിയാതെ എന്തോ സംഭവിച്ചതാ എന്ന് മിത്രയും മീനാക്ഷിയും കൂടി ദേവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേ. നിങ്ങൾ ഇതും വിശ്വസിച്ചിരുന്നോ? എന്തായാലും ദേവി കള്ളം പറഞ്ഞതാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? നിങ്ങളെപ്പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാനൊന്നും ദേവിക്ക് കഴിയില്ല, അതുകൊണ്ട് മനഃപൂർവ്വം എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവൾ ചെയ്ത് തീർത്താന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ടെന്നും പറഞ്ഞിട്ട് സുഗിനി പോവാം. അപ്പം ഇത് കേൾക്കുമ്പം സുഗിനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പം ഇക്കാര്യം അപ്പം തന്നെ രാജശ്രീനെ വിളിച്ച് കൃഷ്ണമംഗലത്ത് അറിയിക്കുക കേട്ടോ. അപ്പം രാജശ്രീ ചോദിക്കുമോ, അപ്പം ശരിക്കും ഗർഭം ഇല്ലായിരുന്നെന്നാണോ സുഗിനെ നീ പറയുന്നത്? അതേ ചേച്ചി, ഇല്ലാത്ത ഗർഭത്തെ കലക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടി ഇത്രയും പാടുപെട്ടത്. ഇപ്പോൾ അവൾക്ക് വയറുവേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ ഗോമതി ചേച്ചി. എന്തായാലും ആ ഗോമതി ചേച്ചിക്ക് ദേവിയോട് ഒരു ദേഷ്യമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം രാജശ്രീ ചോദിക്കും, ഉള്ളതാണോ നീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ പിടിച്ചു വേണം കയറാൻ. ഗോമതി ദേവിയെ പൂർണ്ണമായിട്ടും വെറുക്കണം. ദേവിയെ മാത്രമല്ല ആ രണ്ട് മരുമക്കൾ ബാക്കിയുള്ളതുങ്ങളെ കൂടി വെറുക്കണം. എന്നിട്ട് അവരെല്ലാം തമ്മിൽ തല്ലി പിരിയണം. എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം. അപ്പം നമ്മുടെ സുഗനി പറയും, അതിനൊക്കെയല്ല ഞാനിവിടെ ഉള്ളത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് സുഗനി പറയും. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ ആ വീട്ടിൽ കയറി ചെന്നേ പിന്നെയാണ് ഞങ്ങൾ ഇച്ചിരി സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. ആ അനുവിനെയും എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണമംഗലത്ത് എത്തിക്കണം. അതോടുകൂടി ആ ദേവമംഗലത്തെ ബാലൻ്റെയും കോമതിയുടെയും അഹങ്കാരം പൂർണ്ണമായിട്ടും തീരും. അവരുടെ മകള് തന്നെ അവരെ ചതിച്ചാൽ പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവുമോ എന്നൊക്കെ രാജശ്രീ പറയാം. അപ്പം നമ്മുടെ സുഗനി പറയും, അതെന്തായാലും ചേച്ചി പറഞ്ഞത് സത്യമാണ്. ആ അനുശ്രീക്ക് ആലോകനോട് മുടിഞ്ഞ പ്രണയം തന്നെയാണ്. അവൾ വേണമെങ്കിൽ അവൻ വിളിച്ച് ഇറങ്ങി വരികയും ചെയ്യും. അതിൽ എനിക്ക് ഒരു സംശയമില്ല. എന്നാൽ വീട്ടുകാരോട് ചെറിയ സ്നേഹമുള്ള കൂട്ടത്തിലവൾ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തടസ്സം നിൽക്കുമെന്നും അറിയില്ല. എങ്കിലും അതിനെല്ലാം മുകളിൽ ആലോകനോടുള്ള പ്രണയമാണ് ഏറ്റവും വലുതെന്ന് തോന്നിപ്പിച്ചാൽ അവൾ ഇറങ്ങി വരും. ഇപ്പം തന്നെ എന്നെ ഞാൻ പറയുന്ന എന്തും വിശ്വസിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം എന്താ, ആലോകവും അവളും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ ഇവിടെ ആരോടും അറിയിക്കാതെ നിൽക്കുന്നുണ്ടല്ലോ. അതുമാത്രമല്ല അവൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടൊക്കെ അവളിപ്പം ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുകയും ചെയ്യും എന്ന് പറയാം. അങ്ങനെ ആ വീട്ടിലെ ഓരോരുത്തരും നീ പറയുന്നത് കേട്ടാൽ അനുസരിച്ച് ജീവിക്കുന്ന പോലെ ആക്കിയെടുക്കണം സുകന്യ. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. ഇതിനൊക്കെ കൂടിയാ നിനക്ക് അധർമ്മനൊത്തൊരു ജീവിതം ഞങ്ങൾ ഉണ്ടാക്കി തന്നത് എന്നൊക്കെ രാജശ്രീ പറയാണ് കേട്ടോ. അപ്പം ആനന്ദടങ്ങിൽ ഹൃദയം തകർന്ന ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം ദേവിയാണെങ്കിലും കരഞ്ഞോണ്ടിരിക്കുക. അപ്പം ദേവിയോട് ചോദിക്കും, നീ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ദേവി. കാരണം ഒരുപാട് കള്ളം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ പേരിലും ഒരു കള്ളം നീ എന്നോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സത്യം ഏതാ ശരി എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം ദേവി കരഞ്ഞോണ്ട് വരിക. ആനന്ദേട്ടനും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്? ഇങ്ങനൊരു കാര്യം ഞാൻ കള്ളം പറയുമോ? ആനന്ദേട്ടനല്ലേ എന്നെ ആശുപത്രി കൊണ്ടുപോയത്? അതും എനിക്ക് ഒരു പരിചയമില്ലാതെ ഹോസ്പിറ്റലിലല്ലേ കൊണ്ടുപോയേ. അവിടെ എനിക്ക് എന്തെങ്കിലും കള്ളം ചെയ്യാൻ പറ്റുമെന്ന് ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ആനന്ദേട്ട എന്ന് പറഞ്ഞ് ആനന്ദിൻ്റെ കാലിലൊക്കെ വീണത് പൊട്ടിക്കരയാണ് കേട്ടോ ദേവി. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ആനന്ദും ആകെ തകർന്ന് നിൽക്കാം. അതേസമയം ഗോമതി മക സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് മീനാക്ഷിയും മിത്രയും കൂടി ചെല്ലും. എന്നിട്ട് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് മീനാക്ഷി ചോദിക്കും. എങ്കിലും എന്തുമാത്രം നമ്മൾ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ദേവിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത് കേട്ടപ്പം ഞാനും ബാലേട്ടനും എന്തുമാത്രം സന്തോഷിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങളൊരു മുത്തശ്ശനും മുത്തശ്ശിയുമാകാൻ പോവാ. ഇനി 7-8 മാസം കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവാ എന്നൊക്കെയുള്ള ആനന്ദത്തിന് മേല ഇപ്പം ഒരു അടി കിട്ടിയിരിക്കുന്നത്. ദേവി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം ആ ഡോക്ടർ പറഞ്ഞപ്പം എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടി പോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയാണ്. അതേസമയം അവിടേക്ക് ദേവി വരിക. അപ്പം ഗോമതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അമ്മ എനിക്കൊന്നും അറിയില്ലമ്മേ, ശരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് കരുതിയത്. ഞാനും ആനന്ദേട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയപ്പോഴും ആ ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞു എന്ന് പറയുമ്പം ഗോമതി ദേവിക്കെതിരെ മുഖം തിരിക്കുക. അത് കാണുമ്പോഴത്തേക്കും ദേവിക്ക് ഒരുപാട് സങ്കടമാവുക. അപ്പോൾ ദേവി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പം മീനാക്ഷി ചോദിക്കും, അമ്മ എന്തായി കാണിക്കുന്നത്? നമുക്ക് എന്തുമാത്രം സങ്കടമുണ്ട്, അതിന് ഇരട്ടി സങ്കടം കാണത്തില്ലേ ദേവിയെടുത്തി അമ്മയാകുമെന്ന് കേട്ടപ്പം എന്തുമാത്രം ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കണം, എന്തുമാത്രം
കെയറിങ് ആ കൊച്ചിന് കൊടുത്തതാ നമ്മളും കണ്ടതല്ലേ. അങ്ങനെയുള്ളപ്പം ദേവിയെടുത്തേക്കല്ലേ നമ്മളെക്കാർ ആരെക്കാളും സങ്കടം ഉണ്ടാവണ്ടേ. അമ്മ കൂടി ദേവിയെടുത്തോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശരിയാണോ എന്ന് ഇത്രയും മീനാക്ഷിയും കൂടി ചോദിക്കുക. അപ്പം ഗോമതി പറയും എനിക്കറിയില്ല ഏതാ ശരി ഏതാ തെറ്റ് ഒന്നും എനിക്കറിയില്ല. അപ്പം ഇത് കേട്ടോണ്ട് വരുന്ന സുകന്യ പറയും അല്ലേലും ഗോമതി ചേച്ചി ഒരു മണ്ടിയാണെന്നേ ഞാൻ പറയുള്ളൂ. ആ ദേവി പറഞ്ഞതൊക്കെ നേരത്തെ തന്നെ കള്ളവാ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ ദേവിയും ദേവിയുടെ വീട്ടുകാരെയും കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാ അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയും സുകന്യയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞാനും ഈ വീട്ടിലെ ഒരു അംഗമല്ലേ, അപ്പം പിന്നെ എനിക്കും അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഇതാ ദേവി മനഃപൂർവ്വം ഗോമതി ചേച്ചിനെ പറ്റിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരും പറഞ്ഞ് ഗോമതി ചേച്ചിയെ അവളുടെ വേറൊരു ഒരു പരിചാരികയാക്കി മാറ്റുമായിരുന്നു അവളുടെ ലക്ഷ്യം. അതെന്തായാലും നടന്നിട്ടുമുണ്ട് എന്ന് പറയാണ്. അപ്പം മിത്ര മീനാക്ഷിയോട് പറയും ചെവിയിലാട്ടോ പറയുന്നത് ഇവർ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണല്ലോ മീനുവെച്ചി, നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുക. അതൊന്നും കാര്യമാക്കണ്ട, അമ്മേനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് മീനാക്ഷി മിത്രയും കൂടി പറയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ആകെ തകർന്ന് നിൽക്കുക. അപ്പം ഇതറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബാലനും ഒരുപാട് സങ്കടം വരികയാണ്. കാരണം ഒറ്റ കുഞ്ഞിനെ വേണ്ടിയിട്ട് അവരെല്ലാവരും അത്രയേറെ ആഗ്രഹിച്ചതാണ്. ദേവമംഗലം ആ കുഞ്ഞിനെ വരവേൽക്കാൻ അത്രയേറെ ഒരുങ്ങിക്കഴിഞ്ഞതുമാണ്. അപ്പോഴാണ് ദേവി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പം ആദ്യമൊക്കെ നമ്മുടെ ഗോമതി ഒരു അകൽച്ച കാണിക്കുമെങ്കിലും ഇത്രയും മീനാക്ഷിയും കൂടി ഇടപെട്ട് ഗോമതിയുടെ മനസ്സ് മാറ്റി ദേവിയുടെ പഴയപടി ആക്കി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗോമതിക്കും പെട്ടെന്ന് കേട്ട ഷോക്കിൽ നിന്നുണ്ടായ ഒരു അകൽച്ചയാണ്, അതൊക്കെ മാറി ശരിയാക്കി എടുക്കും കേട്ടോ. എന്തായാലും ദേവിയോട് ക്ഷമിക്കാൻ നമ്മുടെ ഗോമതിക്ക് സാധിക്കും. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമതി വിശ്വസിക്കുന്നത് ദേവി മനഃപൂർവ്വമല്ല അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ്. പക്ഷെ ഇത് കേട്ട് കഴിയുമ്പം ഉദയഭാനും ശ്രീകലയും ആകെ തകർന്നു പോകും. ആനന്ദിന്റെ പ്രതികരണം ഇനി എന്താകും എന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ദേവിയുടെ ഗർഭത്തിന്റെ യഥാർത്ഥ അവസ്ഥ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വരും വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും